Hi guys, Assalamu alaikum. This is Biju Fahima here. Welcome back to my channel. Malabar special Aleesa. ഇതൊരു അറബിക് ഡിഷാണ്. നമ്മൾ കണ്ണൂർ തലശ്ശേരി മാഹി സൈഡിൽ അൽസ എന്നാണ് പറയൽ. സാധാരണ കല്യാണം അല്ലെങ്കിൽ ഒക്കേഷണലി ബിരിയാണിൻ്റെ കൂടെ സ്റ്റാർട്ടറായിട്ട് സെർവ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. ഇപ്പോൾ കാലിക്കറ്റ് മലപ്പുറം സൈഡ് ഡെസേർട്ടായിട്ടും സെർവ് ചെയ്യുന്നുണ്ട്. അധികം ഡെക്കറേഷൻ ഇല്ലാണ്ട് പറഞ്ഞാൽ അൽസ കുത്തിയ ഗോതമ്പ് ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ഒരു ഹെൽത്തി ഡിഷാണ്. ഇതിൽ ചിക്കൺ അല്ലെങ്കിൽ മീറ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ ഞാൻ ഇന്ന് പ്ലെയിൻ ആയിട്ട് മീറ്റൊന്നും ചേർക്കാണ്ട് ഈസി ആയിട്ട് പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കെല്ലാം കൊടുക്കാനും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. അൽസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് ഗോതമ്പ് 4 മണിക്കൂർ സോക്ക് ചെയ്തെടുക്കണം. എന്നാൽ പെട്ടെന്ന് കുക്കായി കിട്ടും. നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് സോക്ക് ചെയ്യേണ്ടത്. ഈ ഒരു കുത്തിയ ഗോതമ്പ് യൂസ് ചെയ്തിട്ടാണ് അൽസ ഉണ്ടാക്കേണ്ടത്. ഇത് സാധാരണ ഗോതമ്പിനേക്കാളും കുറച്ചും കൂടി വൈറ്റ് കളറിലാണ് ഉണ്ടാവാൻ. അൽസ ഗോതമ്പ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിയാൽ മതി. 4 മണിക്കൂർ സോക്ക് ചെയ്ത ഗോതമ്പ് വെള്ളം കംപ്ലീറ്റ് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് ഇതിലേക്ക് ഒരു ഉള്ളിൻ്റെ കാൽഭാഗം കട്ട് ചെയ്തതും 4 വെളുത്തുള്ളിയും 2 ഏലക്കായും 2 ഗ്രാമ്പൂ 1 കഷ്ണം പട്ട ഇട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് ഗോതമ്പ് ഒഴിച്ചെടുക്കാൻ ആ ഒരു സെയിം കപ്പിൽ 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കുക്കർ അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വന്നാൽ അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതി. നിങ്ങൾക്ക് ചിക്കൻ അല്ലെങ്കിൽ മീറ്റ് എന്തെങ്കിലും വേണമെങ്കിൽ ആഡ് ചെയ്യാം. 1 കപ്പ് ഗോതമ്പിന് 250 ഗ്രാം എല്ലോടെ കൂടെ തന്നെ ആഡ് ചെയ്ത് കുക്കായതിന് ശേഷം എല്ലെടുത്ത് മാറ്റിയാൽ മതി. അരമണിക്കൂറിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് പ്രഷറെല്ലാം പോയപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഗോതമ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് കുക്കായാൽ മാത്രമാണ് അൽസ തിന്നുമ്പോൾ വായിലിട്ട് അലിഞ്ഞു പോകുന്ന ആ ഒരു ഫീല് കിട്ടുള്ളൂ. ഇനി ഇത് കുറച്ച് ചൂടാറാൻ വെക്കാം. ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ഒഴിക്കാനുള്ള തേങ്ങാപ്പാൽ എടുക്കാം. 1 കപ്പ് തേങ്ങയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് അടിച്ചെടുത്ത തേങ്ങാപ്പാലാണിത്. ഇനി ഈ സെയിം മിക്സിയിലേക്ക് അൽസ ഇട്ട് ജസ്റ്റ് പൾസ് ചെയ്തെടുക്കാം. അൽസൻ്റെ കൺസിസ്റ്റൻസി ഓരോരാളെ ഇഷ്ടം പോലെ അടിച്ചെടുത്താൽ മതി. നല്ല പേസ്റ്റ് പോലെ വേണമെങ്കിൽ കംപ്ലീറ്റ് മിക്സിയിലേക്ക് ഇട്ട് പൾസ് ചെയ്തെടുക്കാം. ഗോതമ്പ് ഇടയ്ക്ക് ബൈറ്റ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ പകുതി മാത്രം മിക്സിയിലേക്ക് ഇട്ട് അടിച്ചെടുത്തതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ട്രഡീഷണലി മന്ത് ഉപയോഗിച്ചിട്ടാണ് അൽസ അടിച്ചെടുക്കൽ. ഇപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും മിക്സി അല്ലെങ്കിൽ ബ്ലെൻഡറെല്ലാം ഓപ്റ്റ് ചെയ്യുന്നത്. ഞാനിവിടെ കുറച്ച് സ്മൂത്ത് ആയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് പ്രഷർ കുക്കറിലേക്ക് തന്നെ ഒഴിച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. ഗീ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ആഡ് ചെയ്താൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കൂടും. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിക്കാണ്ടും അൽസ ഉണ്ടാക്കി എടുക്കാറുണ്ട്. പക്ഷേ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതുപോലെ തിളച്ച് വന്നാൽ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാം. അപ്പോൾ അൽസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അൽസ ചൂടോടെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. സെർവ് ചെയ്യുമ്പോൾ മേലെ ഇതുപോലെ കുറച്ച് ഫ്രൈഡ് ഓണിയൻസും കാഷ്യൂസും കിസ്മിസും ഇട്ട് ഗാർണിഷ് ചെയ്താൽ മതി. അൽസ സാധാരണ പഞ്ചസാര ഇട്ടിട്ടാണ് കഴിക്കാൻ. പക്ഷേ ഇപ്പോൾ ചിക്കൻ ഫ്രൈ അച്ചാറിൻ്റെ എല്ലാം കൂടെ കഴിക്കുന്നുണ്ട്. അത് നിങ്ങളെ ചോയ്സ് ആണ്. പക്ഷേ വെറുതെ കഴിക്കാൻ പോലും നല്ല ടേസ്റ്റുള്ള അൽസയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതിലോ മെസ്സേജ് ചെയ്യണം. ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ കീപ് വാച്ചിങ്. താങ്ക് യു.